സുഹൃത്തുക്കളെ, പ്രമോദ് വരുന്നവണ്ണയാണ്. ആനമങ്ങാട് ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ടൊരു സ്ഥലമാണ് ആനമങ്ങാട് വില്ലേജ്. അവിടെ പഴയൊരു കൃഷ്ണ തിയേറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ വളവിൽ നിരന്തരം അപകടങ്ങളാണ്. അത് പണ്ട് മുതലേ 1975 മുതലേ അപകട ഭീഷണി നേരിടുന്ന ഒരു മേഖലയാണ് ഈ കൃഷ്ണ മുതൽ പണ്ടാരപ്പാലം ഇറക്കം വരെയുള്ള സ്ഥലം. ഇത് പലവട്ടം നമ്മളൊക്കെ പരാതി കൊടുത്തു, യാതൊരു ഇതുമില്ല. പലപ്പോഴും നമ്മൾ ഇടപെടാറുണ്ട്. ഇപ്പം കഴിഞ്ഞ മഴക്കാലത്താണ് PWD JCB തടയലൊക്കെ ആയിട്ടാണ് അവർ മറ്റേ പൈപ്പിൻ്റെ ചാല് തൂർത്ത് കോൺക്രീറ്റ് ടാർ ചെയ്തത്. അപ്പം നിരന്തരം ഇടപെടുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ അടുത്ത് റീസെൻ്റ്ലി ഒരു വലിയ ബോർഡ് കല്യാൺ ജ്വല്ലറിക്കാർ വലിയ താപ്പാനകളൊക്കെ ആവും. പക്ഷേ കല്യാൺ ജ്വല്ലറിയുടെ ഒരു ബോർഡ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ബോർഡ്, അത് ജനങ്ങൾ ഇടപെട്ടിട്ട് തടഞ്ഞു. കാരണം ആ ബോർഡ് വെച്ചാൽ അവിടുന്ന് ഒരു ബസ് വരുന്നതോ ലോറി വരുന്നതോ കാണില്ല. അത് മാത്രമല്ല, ആനമങ്ങാട് സ്കൂളിലെ കുട്ടികൾ പോണ ഒരു റോഡാണത്. കണ്ണി കണ്ട വേസ്റ്റ് മാലിന്യങ്ങൾ കൊണ്ടുപോയി തട്ടിയിട്ട് നായ്ക്കളും പ്രശ്നങ്ങളായിട്ട് കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഭീഷണിയുണ്ട്. അതിൻ്റെ പുറമെ കൃഷ്ണയുടെ വളവിൽ കാട് മൂടിക്കിടക്കുക. എന്തിനാണ് നിങ്ങൾ ഈ പഞ്ചായത്ത് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടല്ലോ അവിടെ, ഇപ്പം നിങ്ങൾ കൊട്ടിഘോഷിച്ചിട്ട് പഞ്ചായത്ത് ഭരണം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പടക്കം പൊട്ടിച്ചെന്നാണല്ലോ. നിങ്ങൾ ആദ്യം നാട് നന്നാക്ക്. വോട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വിധത്തിലും ഇപ്പോൾ ഒന്നും ചെയ്യാതെ വോട്ട് കിട്ടുമെന്ന് ഇപ്പോൾ മനസ്സിലായൊരു കേരളമാണ് ഇത് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ വോട്ടല്ലല്ലോ പ്രശ്നം, ജനങ്ങളെ ഭീഷണി അതിജീവിക്കുക എന്നുള്ള ഒരു ഇതും കൂടി വേണ്ടേ. അപ്പോൾ ആ റോഡ് അവിടെ JCB കൊണ്ടൊന്ന് മാന്തി ലെവലാക്കി ആ പുല്ലും കാര്യങ്ങളും കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയാൽ ഈ കുട്ടികൾ നിങ്ങളെയും കൂടിയും ഈ പഞ്ചായത്ത് മെമ്പർമാരുടെയും കൂടി മക്കൾ ആ സ്കൂളിലേക്കാണല്ലോ പോണത്. പിന്നെ ഇപ്പം ഇന്നലെ ഒരു അപകടം ഉണ്ടായി, 4 ദിവസം മുമ്പ് ഒരു അപകടം ഉണ്ടായി. ഇപ്പം ആക്സിഡൻ്റായ സ്കൂട്ടർ യാത്രക്കാരൻ സീരിയസ് ആണ് എന്നാണ് ഇപ്പോൾ അറിവ്, മൗലാനയില. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പഞ്ചായത്തും അവിടുത്തെ വാർഡ് മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ആ അപകടത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഇട്ട് തരാം. കാരണം അവിടെ എല്ലാ വാഹനങ്ങൾ മൊത്തം റോങ് സൈഡിലാണ് വരുന്നത്. അത് പാലോളിപ്പറമ്പ് സ്കൂളിൻ്റെ അവിടെ നിന്ന് കണ്ട് കത്തിച്ചു വിട്ടാൽ പിന്നെ കൃഷ്ണയുടെ വളവ് വരെ അവർക്ക് പ്രശ്നങ്ങളില്ല. അതിൻ്റെ ഇടയിലാണ് ഈ അപകടങ്ങൾ വരുന്നത്. അപ്പോൾ പോലീസും പഞ്ചായത്തും PWD ഒക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധ ഇല്ലാത്തടത്തോളം കാലം ആളുകൾ മരണപ്പെടും, ഒരു തർക്കമില്ല. അപ്പോൾ നമ്മളെ സ്കൂൾ കുട്ടികളാണ്. പിന്നെ ഇതിൽ പണ്ടൊക്കെ SFI ഒക്കെ, ഞാൻ അതും കൂടി പറയട്ടെ, വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ നല്ല പങ്കുണ്ട്. അവിടെ MSF ഉം KSU ഒക്കെ ഉണ്ടല്ലോ, SFI ഒക്കെ ഉണ്ടല്ലോ. സ്കൂൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇതിനൊക്കെയാണ് സമരം ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ തമ്മിൽ അടിക്കും ഇതുമല്ല വേണ്ടത്. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വിദ്യാർത്ഥി ഐക്യം വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യുക. അതിനാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ വേണ്ടത്. ഞങ്ങളൊക്കെ ഇത് ചെയ്യുകൊണ്ടാണ് പറയണം കേട്ടോ. നമ്മളൊന്നും സമരത്തിനെതിരല്ല. കുട്ടികളെ കാര്യത്തിൽ കുട്ടികൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങണം. പിന്നെ അവിടെ +2 വരെയല്ല കുട്ടികളാണ്, ചെറിയ കുട്ടികളൊന്നുമല്ല. അതിൽ വോട്ടവകാശമല്ല കുട്ടികളും ഉണ്ട്. കുട്ടികൾ ക്ലാസ് മുടക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക, ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയും. അതാ വേണ്ടത്.